എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ വചനത്തിൽ നിന്ന് ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന കൃപയുടെ സമയമാണ്. വളരെ പ്രാർത്ഥനയോടെ സാധിക്കുന്ന എല്ലാവരും പരിശുദ്ധ ബൈബിൾ കൈകളിൽ എടുക്കുക. ഈ വചനവേദിയിൽ പ്രഘോഷിക്കപ്പെടുന്ന തിരുവചനങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യപ്പെടുമ്പോൾ ശ്രദ്ധാപൂർവം ഉച്ചത്തിൽ ആ വചനങ്ങൾ വായിച്ച് കൃപയിൽ നിറയുവാൻ ഉത്സാഹിക്കുക. ഈ തലമുറയിൽ വിശ്വാസത്തെ പണിയുവാൻ കർത്താവിനാൽ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. വിശ്വാസത്തിൻ്റെ ഒരു തലമുറയെ കർത്താവിനും സഭയ്ക്കുമായി നമ്മൾ രൂപപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഇത് ആത്മാവിൻ്റെ പദ്ധതിയാണ്. ഫെയ്ത്ത് ബിൽഡേഴ്സായി ഈ നാളുകളിൽ നമ്മെ ഓരോരുത്തരെയും കർത്താവിന് ആവശ്യമുണ്ട്. ഈ തലമുറയിൽ കർത്താവിന് ആവശ്യമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് തിരിച്ചറിയുക. കർത്താവിന് എന്നെ ആവശ്യമുണ്ട്, കർത്താവിന് എന്നെ ആവശ്യമുണ്ട്. എൻ്റെ കുടുംബത്തെ കർത്താവിന് ആവശ്യമുണ്ട്. എൻ്റെ സാധ്യതകൾ, അവസരങ്ങൾ, എൻ്റെ കഴിവുകൾ, എൻ്റെ ബന്ധങ്ങൾ എല്ലാം കർത്താവിന് ആവശ്യമുണ്ട്. എന്തിനു വേണ്ടി? ഈ തലമുറയിൽ വിശ്വാസം പണിയുവാനായിട്ട്, വിശ്വാസത്തെ പടുത്തുയർത്തുവാൻ കർത്താവിന് നമ്മെ ആവശ്യമുണ്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഫെയ്ത്ത് ബിൽഡറാണ്, വിശ്വാസത്തെ പണിയുന്നവരാണ്. ഈ വിളിയാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ശുശ്രൂഷകൾക്കായി ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിച്ച ഒരു പ്രവാചക വചനമുണ്ട്. ഈ നാളുകളിൽ ഞാൻ ഒരുപാട് ബലപ്പെടുത്തുന്ന ഒരു വചനമാണ്. ദൈവ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ ജീവിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഈ ശുശ്രൂഷ മേഖലകളിൽ പ്രതിസന്ധികളും സംശയങ്ങളും പലവിധ ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളത് സാധാരണമാണ്. എന്നാൽ ഈ നിമിഷങ്ങളിൽ നമ്മളെ ബലപ്പെടുത്തുന്നതും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതും കർത്താവാണ്. കർത്താവിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നില്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥരാകും, നമ്മൾ കൺഫ്യൂസ്ഡ് ആകും, നമ്മൾ വഴിതെറ്റിപ്പോകാൻ ഒത്തിരിയേറെ സാധ്യതകളുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ കുറച്ച് നാളുകളിൽ എൻ്റെ ശുശ്രൂഷ ജീവിതവുമായി ബന്ധപ്പെട്ട് ശുശ്രൂഷയുള്ള മേഖലയിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്ത് തീരുമാനമെടുക്കണം എന്നുള്ള ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എൻ്റെ മനസ്സ് അല്പം അസ്വസ്ഥമായിരുന്നു. ആ സമയങ്ങളിലെല്ലാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിച്ച വചനമാണ് നിങ്ങളോട് ഞാൻ ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായം 4-ാമത്തെ വചനമാണ്. എങ്കിലും സെറുബാബേൽ ധൈര്യമായിരിക്കുക, യഹോസാദാക്കിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ജോഷുവ ധൈര്യമായിരിക്കുക. ദേശവാസികളെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു, പണിയുവിൻ, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഇത് കർത്താവിൻ്റെ സത്യവചനമാണ്. ദിസ് ഈസ് എ വേർഡ് ഓഫ് ഗോഡ്. 3 പ്രാവശ്യമാണ് ഈ വചനത്തിൽ ആത്മാവ് പറയുന്നത്, ധൈര്യമായിരിക്കുവിൻ, ധൈര്യമായിരിക്കുവിൻ, ധൈര്യം അവലംബിക്കുവിൻ. ആവർത്തിച്ച് പരിശുദ്ധാത്മ പറയാ, നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കുവിൻ. സ്റ്റാർട്ട്. നിങ്ങൾ ആരംഭിക്കുക, നിങ്ങൾ തുടങ്ങുക. ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ആമേൻ. എൻ്റെ ശുശ്രൂഷ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാന തീരുമാനമെടുക്കുന്ന സമയത്ത് ഈ പ്രവചന വചനമാണ് ആത്മാവ് എനിക്ക് നൽകിയത്. എനിക്ക് ആശ്വാസമായി. ഇതിൽ കർത്താവിൻ്റെ മനസ്സുണ്ട്. ഈ ശുശ്രൂഷയിലുള്ള ഈ ദൈവ പദ്ധതിയിൽ ഇതിൽ കർത്താവിൻ്റെ ഹിതമാണ്. ഇതിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം,
ഇതുപോലെ ഈ തലമുറയിൽ നിങ്ങൾ പണിയുവിൻ. എന്തു പണിയുക? വിശ്വാസത്തെ പണിയുക. വിശ്വാസം പടുത്തുയർത്തുക. അത് മറ്റെന്തിനേക്കാൾ ഉപരി കർത്താവിൻ്റെ പദ്ധതിയാണ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹമാണ്. വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസരാഹിത്യത്തിൻ്റെ പുതപ്പ് കൊണ്ട് ഈ തലമുറയെ പിശാച് പുതപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ എൻ്റെ സഹോദരങ്ങളെ, കർത്താവിന് നമ്മെ ആവശ്യമുണ്ട്. വിശ്വാസത്തെ പടുത്തുയർത്തുന്നവരായി നമ്മൾ മാറുവാൻ ഈ കാലഘട്ടത്തിൻ്റെ ഫെയ്ത്ത് ബിൽഡേഴ്സായി ആത്മാവ് നമ്മളെ വിളിക്കുകയാണ്. ആ വിളിയോട് യെസ് പറയാൻ നമുക്ക് എത്ര പേർക്ക് പറ്റും? ഐ ആം റെഡി ലോർഡ്. കർത്താവേ, അങ്ങ് നൽകുന്ന ഈ ദൗത്യത്തോട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. വ്യക്തി ജീവിതത്തിൽ, കുടുംബങ്ങളിൽ, തലമുറകളിൽ, ദേശങ്ങളിൽ, ജനതകളിൽ, രാജ്യങ്ങളിൽ വിശ്വാസത്തെ പടുത്തുയർത്തുന്ന ഒരു ഫെയ്ത്ത് ബിൽഡറായി അവിടുത്തെ കരങ്ങളിൽ മാറുവാൻ ഞാൻ തയ്യാറാണ് കർത്താവേ എന്ന് സമർപ്പണത്തോടെ പറയുവാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കും? നിങ്ങൾ തുടങ്ങുക, നിങ്ങൾ പണിയുക, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. എനിക്ക് ഉറപ്പുണ്ട്. കർത്താവിൻ്റെ ഈ ആലോചന തിരിച്ചറിഞ്ഞ് ഈ തലമുറയിൽ വിശ്വാസത്തെ പടുത്തുയർത്തുന്ന ഒരു ജീവിതമായി നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ 100 സ്റ്റെപ്പുകൾ നമുക്ക് വേണ്ടി കർത്താവ് വയ്ക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ ദിനംതോറും അത് കണ്ടുകൊണ്ടിരിക്കുക സഹോദരങ്ങളെ. കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ വിശ്വസ്തത, നമ്മോട് കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ പരിപാലന, നമ്മോടൊപ്പം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ആ മഹത്വം, ഗ്ലോറി, അതെത്ര ശക്തമാണ് സഹോദരങ്ങളെ. പ്രസംഗിക്കാൻ വേണ്ടി ഞാനൊരു വിഷയം പറയല്ല. ദിനംതോറും ഇപ്രകാരം പരിപാലിക്കുന്ന, സ്നേഹിക്കുന്ന, കരുതുന്ന നമ്മുടെ കർത്താവിൻ്റെ വിശ്വസ്തത അത് മാറ്റമില്ലാത്തതാണ്. അത് നിത്യം നിലനിൽക്കുന്ന വിശ്വസ്തതയാണ്. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. നിങ്ങൾ പണിയുക, വിശ്വാസത്തെ പണിയുക. ഞാൻ വീണ്ടും ചോദിക്കട്ടെ, കഴിഞ്ഞ ദിനങ്ങളിൽ പല പ്രാവശ്യം നമ്മൾ കണ്ടതാണ്. എന്താണ് ഈ തലമുറയുടെ പ്രത്യേകത? 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കർത്താവ് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 10-ാം വചനത്തിൽ എന്താണ് യേശു പറഞ്ഞത്? കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ അനേകർ വിശ്വാസം ഉപേക്ഷിക്കും, അനേകർ വിശ്വാസം ഉപേക്ഷിക്കും, വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന, വിശ്വാസത്യാഗം സംഭവിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മളിന്ന് കാണുന്ന ലൈംഗിക അരാജകത്വങ്ങളും, വഴിപ്പെട്ട പാപമ്ലേച്ഛതകളും, കുടുംബ ബന്ധങ്ങളുടെ തകർച്ചകളും, വിവിധങ്ങളായ അനുസരണക്കേടുകളും, എല്ലാവിധത്തിലുള്ള ദുഷിപ്പും, അതുപോലെ തന്നെ വക്രതയും. എന്താണ് ഇതിൻ്റെ അടയാളം? നോ ഫെയ്ത്ത്. വിശ്വാസമില്ലാത്തതിൻ്റെ, വിശ്വാസ തകർച്ചയുടെ അടയാളങ്ങളാണ് നമ്മൾ ഇന്ന് ലോകത്തിലും സഭയിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. ഇറ്റ്സ് എ പ്രൊഫറ്റിക് വേർഡ്. ഇത് കർത്താവിൻ്റെ പ്രവചന വാക്ക സഹോദരങ്ങളെ. അത് നിറവേറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മളായിരിക്കുന്നത്. വീണ്ടും യേശു പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 17-ാം വചനത്തിൽ എന്താണ് ഈശോ പഠിപ്പിച്ചത്? യേശു പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെയുണ്ടായിരിക്കും. വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറ. ഇവിടെയാണ് നമ്മുടെ ദൗത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ലോകത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് ജീവിച്ച് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാനുള്ളതാണല്ല സഹോദരൻ. കർത്താവ് ദാനമായി തന്ന ഈ ജീവിതം എൻ്റെ കർത്താവിനായി പ്രയോജനപ്പെടുന്ന ജീവിതമായി മാറണം. ആ ജീവിതത്തിന് മാത്രമാണ് നിത്യതയിൽ പ്രതിഫലം ലഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന് സുപ്രീം പ്രയോറിറ്റി കർത്താവായിരിക്കണം. അവിടുത്തെ സത്യവചനങ്ങളായിരിക്കണം. വിശ്വാസത്തിൻ്റെ ഒരു തലമുറയെ കർത്താവിന് സഭയ്ക്കുമായി രൂപപ്പെടുത്തുവാനുള്ള നമ്മുടെ പ്രതിബദ്ധത നമ്മൾ അറിയാതെ പോകരുത്. വിശ്വാസമില്ലാത്ത, വഴിപിഴയ്ക്കുന്ന ഈ തലമുറയിൽ വിശ്വാസത്തെ പണിയുന്നവരായി നമ്മെ കർത്താവ് വിളിക്കുകയാണ്.
ഈ വിളിയോട് യെസ് പറയണം സഹോദരങ്ങളെ. അതിനുവേണ്ടി എന്ത് ത്യാഗമെടുക്കാനും സഹിക്കാനും കഷ്ടപ്പെടുവാനും കഠിനമായി അധ്വാനിക്കുവാനും നമ്മുടെ ജീവിതങ്ങളെ തന്നെ ഒരു യാഗമായി സമർപ്പിക്കുവാനുമുള്ള ഒരു തീരുമാനവും പ്രതിബദ്ധതയുമാണ് ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടത്. ഈ വചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറേ വചനങ്ങൾ കേട്ടുപോകാനാണോ ഈ ശുശ്രൂഷകൾ പരിശുദ്ധാത്മാവ് നൽകുന്നത്? ഒരിക്കലുമല്ല സഹോദരങ്ങളെ. നമ്മളൊരു തീരുമാനത്തിലേക്ക്, ഒരു സമർപ്പണത്തിലേക്ക് വരണം. യെസ് ലോർഡ്, വി ആർ റെഡി ലോർഡ്. കർത്താവേ, ഞങ്ങൾ തയ്യാറാണ് ഈ തലമുറയിൽ വിശ്വാസത്തെ പടുത്തുയർത്തുവാൻ, ഈ കാലഘട്ടത്തിന്റെ ഫെയ്ത്ത് ബിൽഡേഴ്സായി മാറുവാൻ. വി ആർ റെഡി ലോർഡ് എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനായി സമർപ്പിക്കുവാനുള്ളൊരു തീരുമാനമാണ് നമ്മിൽ നിന്ന് ഈശോ ആഗ്രഹിക്കുന്നത്. അതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ സമൂഹങ്ങളിലേക്കും സഭയിലേക്കും നമ്മളിന്ന് നോക്കിക്കുക സഹോദരൻ. നമ്മുടെ വിശ്വാസത്തിൻ്റെ മതിൽ പൊളിഞ്ഞു കിടക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വലിയ തകർച്ചയിൽ. അതിന് കാരണം നമ്മുടെ കുടുംബങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിശ്വാസ തകർച്ചയാണ് നമ്മുടെ കുടുംബങ്ങളുടെ തകർച്ചയുടെ കാരണം, കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയുടെ കാരണം. നമ്മുടെ യുവമക്കള്, ടീനേജേഴ്സ്, നമ്മുടെ അനേകം കുഞ്ഞുങ്ങൾ വിശ്വാസമില്ലാതെ ജീവിക്കുന്നു. അവർ വേറൊരു ലോകത്തിലാണ്. ഇതൊന്നും അവർക്ക് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത വിധം അവരുടെ ഹൃദയം അന്ധമായി പോയി, ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ചു, മനസ്സ് മരവിച്ചു. വിശ്വാസം എന്താന്ന് പോലും അറിയാതെ ലൗകികരായി ജീവിക്കുന്ന എത്ര യുവമക്കള് നമ്മുടെ സമൂഹങ്ങളിൽ ഉണ്ട് സഹോദരൻ. ലോകത്തിൽ നിന്ന് കാണുന്ന വഴിവിട്ട അരാജകത്വങ്ങളും പാപമ്ലേച്ഛതകളും ജഡീകമായിട്ടുള്ള തിന്മകളുടെ അതിപ്രസരവും കൊലപാതകങ്ങൾ, അക്രമങ്ങളും തീവ്രവാദവും എന്ന് വേണ്ട ലോകത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കലുഷിതമായ അനേകം പ്രതിസന്ധികളുടെ അടിസ്ഥാന കാരണം വിശ്വാസ തകർച്ചയാണ്. നോ ഫെയ്ത്ത്, വിശ്വാസമില്ല സഹോദരങ്ങളെ. യഥാർത്ഥ വിശ്വാസമുള്ളൊരു വ്യക്തിക്ക് എങ്ങനെ മറ്റൊരു വ്യക്തിയെ കൊല്ലുവാൻ, ഇല്ലാതാക്കാൻ പറ്റുന്നത്? വ്യഭിചാരത്തിൽ ജഡീകമായ പാപം ചെയ്ത് തൻ്റെ ജീവിതത്തെ മലിനപ്പെടുത്തുവാൻ കഴിയുന്നത്, കുടുംബത്തെ ഇല്ലാതാക്കാൻ പറ്റുന്നത്? നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ, വഴിപിഴച്ചൊരു തലമുറ, വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന തലമുറ കർത്താവ് പറഞ്ഞു. അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മൾ ഈ നാളുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു ദേശത്തോ രാജ്യത്തോ മാത്രമല്ല, ലോകം മുഴുവനായും. ഞാനിത് പറഞ്ഞു വരുന്നത് ഇവിടെയാണ് നമ്മുടെ ദൗത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ നമ്മുടെ ദൗത്യം? നമ്മൾ വിശ്വാസം പടുത്തുയർത്തണം. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസം, തിരുസഭയിലൂടെ നമ്മൾ സ്വന്തമാക്കിയ വിശ്വാസം, സഭയുടെ വിശ്വാസം, ദൈവവചനം പഠിപ്പിക്കുന്ന വിശ്വാസം, സഭയുടെ സത്യപ്രബോധനങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിശ്വാസം, ഈ വിശ്വാസം ഈ തലമുറയ്ക്ക് പകർന്നു കൊടുത്ത് വിശ്വാസത്തിനൊരു തലമുറയെ കർത്താവിനായി നമ്മൾ രൂപപ്പെടുത്തുക എന്നുള്ളത് മറ്റെന്തിനേക്കാൾ ഇന്ന് ഏറ്റവും ഏറ്റവും ആവശ്യമായിരിക്കുന്നൊരു കാര്യമാണ്. വിശ്വാസത്തിൻ്റെ മതിലുകൾ പൊളിഞ്ഞു കിടക്കുന്നു. ആത്മനിയന്ത്രണമില്ലാതെ, സ്നേഹം നഷ്ടപ്പെട്ട്, ബന്ധങ്ങൾക്ക് വിലയില്ലാതെ, യാതൊരു മൂല്യങ്ങളുമില്ലാതെ വല്ലാത്ത ഒരു ദുരിതത്തിലും കഷ്ടതയിലുമാണ് ഇന്ന് നമ്മളായിരിക്കുന്നത്. നെഹെമ്യായുടെ പുസ്തകം 1-ാം അധ്യായം 3-ാം വചനത്തിൽ പ്രവാസത്തെ അതിജീവിച്ചു വന്നവരെ അവരുടെ അവസ്ഥയെക്കുറിച്ച് നെഹെമ്യ ചോദിച്ചറിഞ്ഞു. എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ? പ്രവാസത്തെ അതിജീവിച്ച് ദേശത്ത് കഴിയുന്നവർ കഷ്ടതയിലും അപമാനത്തിലുമാണ്. ജെറുസലേം മതിലുകൾ തകർന്ന് കവാടം അഗ്നിക്കിരയായി അതേപടി കിടക്കുന്നു. ദേശത്ത് കഴിയുന്നവർ കഷ്ടതയിലാണ്, അപമാനത്തിലാണ്. മതിലുകൾ പൊളിഞ്ഞു കിടന്നു, അതേപടി കിടക്കുകയാണ്. മതിലുകൾ പൊളിഞ്ഞു കിടക്കുന്നു. എൻ്റെ സഹോദരങ്ങൾ, വിശ്വാസത്തിൻ്റെ മതിലിന്ന് പൊളിഞ്ഞു കിടക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളെ യഥാർത്ഥ അവസ്ഥ നമ്മൾ ദൈവത്തിന് മുൻപിൽ നിന്ന് പരിശോധിക്കുക.
എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിൻ്റെ മുൻപിലായിരുന്നു നമ്മുടെ കുടുംബങ്ങളുടെ യഥാർത്ഥ അവസ്ഥയൊന്ന് പരിശോധിക്കുക. നമ്മുടെ തലമുറകളുടെ, നമ്മുടെ സമൂഹങ്ങളുടെ, നമ്മുടെ സഭയുടെ വിശ്വാസത്തിൻ്റെ മതിലുകൾ അനേകമിടങ്ങളിൽ തകർന്നു കിടക്കുകയാണ്. ഈ തകർന്നു കിടക്കുന്ന ഈ വിശ്വാസത്തിൻ്റെ മതിലെ ഇതിനെ റീബിൽഡ് ചെയ്യാൻ ഈ തലമുറയിൽ നമ്മെ കർത്താവിന് ആവശ്യമുണ്ടെന്ന് ആത്മാവ് നമ്മെ അറിയിക്കുകയാണ്. കുടുംബങ്ങളിൽ വിശ്വാസം പടുത്തുയർത്തുവാൻ, തലമുറകളിൽ വിശ്വാസത്തെ പണിയുവാൻ, സഭയുടെ വിശ്വാസത്തെ ഈ കാലഘട്ടത്തിലേക്ക് പകർന്നു കൊടുക്കുവാൻ ദൈവം തിരഞ്ഞെടുക്കുന്ന ഫെയ്ത്ത് ബിൽഡേഴ്സായി നമ്മൾ മാറണം. നമ്മുടെ വിശ്വാസം നമ്മൾ തിരിച്ചറിയണം സഹോദരങ്ങളെ. പൗലോസ് സഭയോട് പറയുന്നുണ്ട്, റോമക്കാർക്കുള്ള ലേഖനം 10-ാം അധ്യായം 17-ാം വചനത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ തലമുറയിൽ വിശ്വാസം പണിയണമെങ്കിൽ, വിശ്വാസത്തെ പടുത്തുയർത്തണമെങ്കിൽ കർത്താവിൻ്റെ സത്യവചനങ്ങൾ ഈ തലമുറയ്ക്ക് പകർന്നു കൊടുക്കണം. വിശ്വാസം വളരുന്നത്, വിശ്വാസം വർദ്ധിക്കുന്നത്, ഒരു വ്യക്തിയിൽ വിശ്വാസത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്നത് ആ വ്യക്തി ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോഴാണ്. വചനം കേൾക്കുമ്പോഴാണ്. ആരെല്ലാം കർത്താവിൻ്റെ വചനം കേൾക്കുന്നുവോ അവരിൽ വിശ്വാസത്തിൻ്റെ ആത്മാവായി പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നു. അവരുടെ വിശ്വാസത്തെ ജ്വലിപ്പിക്കുന്നു, വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നു. പൗലോസ് പറയാ, വിശ്വാസം വരുന്നത് കേൾവിയിൽ നിന്നാണ്. അത് ലോകവർത്തമാനമല്ല, ജഡീകമായ കാര്യങ്ങളല്ല, ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗം. അതാണ് ദൈവവചന പ്രഘോഷണം, വിശ്വാസത്തിന്റെ പ്രഘോഷണം. ഈ വചന പ്രഘോഷണത്തിൽ നിന്നാണ് അനേകർക്ക് വിശ്വാസം ലഭിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ 14-ാമത്തെ വയസ്സ് ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ക്രിസ്ത്യൻ ധ്യാനം, അന്ന് ക്രിസ്ത്യനൊക്കെ ആരംഭിക്കുന്നൊരു സമയമാണ്. ആ ധ്യാനത്തിൽ വചനം കേട്ടു. പാലഭരണങ്ങാൻ അസീസിയിലായിരുന്നു ആ ധ്യാനം. എൻ്റെ സഹോദരങ്ങൾ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ആ ദിനങ്ങളിൽ കർത്താവിൻ്റെ വചനം കേട്ടപ്പോഴാണ് വിശ്വാസത്തിൻ്റെ സ്പാർക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായത്. കർത്താവിനെ കണ്ടുമുട്ടുവാൻ കൃപ ലഭിച്ചത്. എൻ്റെ ആ ടീനേജ്, ആ കൗമാരപ്രായം, അന്നതിന് അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കിയിട്ടല്ല. എൻ്റെ കൊച്ചു ജീവിതം എൻ്റെ കർത്താവിനായി സമർപ്പിക്കുവാൻ ഞാൻ തീരുമാനമെടുത്തതിൻ്റെ അതിനെ എന്നെ പ്രചോദിപ്പിച്ചത് ദൈവത്തിൻ്റെ വചനമായിരുന്നു. കർത്താവിൻ്റെ സത്യവചനം, ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മിൽ വിശ്വാസം ജനിക്കുന്നു, വിശ്വാസം വളരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ തലമുറ വിശ്വാസത്തിൻ്റെ തലമുറയായി മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ തലമുറയോട് ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കണം, വചനം കൊടുക്കണം, വചനം കൊടുക്കണം, യേശുവിനെ കൊടുക്കണം. കർത്താവിൻ്റെ വചനം കൊടുക്കാതെ എങ്ങനെ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ പണിയാൻ പറ്റും? നമ്മൾ കുറേ ലോകകാര്യങ്ങളും ഈ കോമ്പറ്റീറ്റീവായി ലോകത്തിൽ എങ്ങനെ നമ്മുടെ മക്കളെ വളർത്താം, ഇങ്ങനെയുള്ള അപ്ഡേഷൻസും ഇൻഫർമേറ്റീവായ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. അതൊക്കെ വളരെ ആവശ്യം സഹോദരങ്ങളെ. എന്നാൽ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ, വിശ്വാസത്തിൽ വളരണമെങ്കിൽ നമ്മുടെ മക്കൾക്ക് കർത്താവിൻ്റെ സത്യവചനം കൊടുക്കണം, ദൈവവചനം കൊടുക്കണം. ദൈവവചനത്തിൽ നിന്നാണ് വിശ്വാസം രൂപപ്പെടുന്നത്. വചനമാണ് വിശ്വാസത്തെ ജ്വലിപ്പിക്കുന്നത്, വിശ്വാസത്തിൻ്റെ വിത്തിനെ വളർത്തുന്നത്, വലുതാക്കുന്നത്. വചനം കേൾക്കാത്തൊരു വ്യക്തി എങ്ങനെ വിശ്വാസം സ്വീകരിക്കും, വിശ്വാസത്തിൽ വളരും? ഇവിടെയാണ് ദൈവവചന പ്രഘോഷണത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. ഈ കാലഘട്ടത്തിൻ്റെ എല്ലാവിധ സാധ്യതകൾ ഉപയോഗിച്ചും ദൈവത്തിൻ്റെ വചനം നമ്മൾ പ്രഘോഷിക്കണം. ഷെക്യാന ന്യൂസിൻ്റെ പ്രസക്തി, ഷാലോം, ഗുഡ്നസ്, എത്രയോ ധ്യാന കേന്ദ്രങ്ങളിൽ യൂട്യൂബിൽ ലൈവായി നടക്കുന്ന വചന പ്രഘോഷണങ്ങൾ, ആരാധനകൾ, ആയിരക്കണക്കിന് ദൈവവചന സത്യങ്ങൾ നമുക്ക് ഇന്ന് ഓൺലൈനിലൂടെ ലഭ്യമാണ്. ഞാനൊരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങളെ, കർത്താവ് ഈ കാലഘട്ടത്തിൽ തന്നിരിക്കുന്ന എല്ലാ സാധ്യതകളും, എല്ലാവിധ ടെക്നോളജികളും ദൈവവചന പ്രഘോഷണത്തിനായി നമ്മൾ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തണം. ആ ഒരു ജ്ഞാനം നമുക്കുണ്ടാകണം. സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നവരായി മാറണം.
എങ്കിലേ വിശ്വാസത്തിൻ്റെ തലമുറ രൂപപ്പെടാൻ നമുക്ക് സാധിക്കുള്ളൂ. ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ വിധത്തിൽ കാലോചിതമായ മിനിസ്ട്രികൾ സഭയിൽ രൂപപ്പെടണം. ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതികളാണ്, ആത്മാവിൻ്റെ സ്വപ്നങ്ങളെ സഹോദരങ്ങളെ. എങ്ങനെ ഈ പുതുതലമുറയെ ഇവാഞ്ചലൈസ് ചെയ്യാം, ഈ പുതുതലമുറയിൽ എങ്ങനെ വിശ്വാസത്തെ പടുത്തുയർത്താം, ഈ തലമുറയെ വിശ്വാസത്തിൻ്റെ തലമുറയായി എങ്ങനെ രൂപപ്പെടുത്താം, അതിനാവശ്യമായ വിസ്ഡം കർത്താവ് തരും. അതിനനുസൃതമായ മിനിസ്ട്രികൾ, അതിനനുസൃതമായ ശുശ്രൂഷകൾ സഭയിൽ വളരുമ്പോഴാണ് ഈ തലമുറ വിശ്വാസത്തിൻ്റെ തലമുറയായി മാറുന്നത്. അതിൽ കുടുംബങ്ങൾ മുന്നോട്ട് വരണം, ദമ്പതിമാർ മുന്നോട്ട് വരണം, സമർപ്പിതര് വൈദികര് തങ്ങളുടെ ദൈവവിളി മനസ്സിലാക്കിക്കൊണ്ട് ഈ കാലത്തിന് പ്രത്യേകത തിരിച്ചറിഞ്ഞ് ശക്തിയോടെ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കണം. കർത്താവിന്റെ സത്യവചനത്തിന് സാക്ഷികളാകണം. വിശ്വാസം കേൾവിയിൽ നിന്നാണ് വരുന്നത്. കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള വചനത്തിൽ നിന്നാണ്. അതുകൊണ്ട് പൗലോസ്ലിഹ സഭയോട് പറയുന്നത്, റോമാക്കാർക്കുള്ള ലേഖനം 10-ാം അധ്യായം 14-ാം വചനത്തിൽ 10-ന്റെ-14 ഉറക്കെ വായിച്ച്, എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പറഞ്ഞേ, എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെ വചനം ശ്രദ്ധിച്ചു. എങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നത്? പ്രഘോഷകനില്ലാതെ എങ്ങനെ വിശ്വസിക്കും? തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്തവനെ ഒരുവൻ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണമെങ്കിൽ ഈ തലമുറ ക്രിസ്തുവിനെ കേൾക്കണം, ക്രിസ്തുവിനെ കാണണം. അതിനാണ് വചനം പ്രഘോഷിക്കണം, ദൈവവചനം പ്രഘോഷിക്കണം. നമ്മൾക്ക് ആ സ്പിരിറ്റ് ഉണ്ടാകണം, ആ ഒരു ദർശനമുണ്ടാകണം, ആ തീഷ്ണതയുണ്ടാകണം. ദൈവത്തിൻ്റെ വചനം പ്രഘോഷിച്ച് ഈ തലമുറയെ ഇവാഞ്ചലൈസ് ചെയ്യണം, ഈ തലമുറയെ കർത്താവിനായി നേടണം, ഈ തലമുറയെ വിശുദ്ധീകരിക്കണം, ഈ തലമുറയെ ദൈവാനുഗ്രഹത്തിലേക്ക് നയിക്കണം, ഈ തലമുറയെ പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ സമൃദ്ധിയുള്ള തലമുറയാക്കി മാറ്റണം. കൃപയുള്ള തലമുറ, വിശുദ്ധിയുള്ള തലമുറ. കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാൻ പറ്റണമെങ്കിൽ ആദ്യം കേൾക്കണം. എന്ത് കേൾക്കണം? ലോകവർത്തമാനങ്ങളല്ല, കർത്താവിൻ്റെ വചനം കേൾക്കണം. ദൈവവചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കേൾക്കുന്ന വ്യക്തിയിൽ വിശ്വാസം ജ്വലിപ്പിക്കും. അത് കർത്താവിനെ കണ്ടുമുട്ടുവാനിടവ്. നമുക്കറിയുന്ന കേരള സഭയിൽ, നിങ്ങളെടുക്കുക, കേരള സഭയിൽ ആയിരങ്ങളും പതിനായിരങ്ങളല്ല, ജനലക്ഷങ്ങളാണ് ദൈവത്തിൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് അവർ യേശുക്രിസ്തുവിനെ ഏകരക്ഷകനായി സ്വീകരിച്ച് ഈ രക്ഷയുടെ ജീവിതം നയിക്കുന്ന 10,000-കണക്കിന് കുടുംബങ്ങൾ നമ്മുടെ സഭയിലുണ്ട്. ഇന്ന് കേരള സഭയിൽ ലക്ഷക്കണക്കിന് ജീവിതങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടി കൃപയിൽ വിശുദ്ധിയിൽ ജീവിക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം അവർ വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ വചനം കേട്ട് മാനസാന്തര അനുഭവം പ്രാപിച്ചത് കൊണ്ടാണ്. ഈ വചനം കേട്ട് അവർക്ക് കേൾക്കാൻ പറ്റിയില്ലായിരുന്നുവെങ്കിൽ എങ്ങനെ അവർ വിശ്വസിക്കും? എങ്ങനെ അവർ കൃപയിൽ വളരും? വചനം കൊടുക്കണം. ഈ തലമുറയ്ക്ക് ശക്തിയോടെ ദൈവത്തിൻ്റെ വചനം കൊടുക്കണം, ക്രിസ്തുവിൻ്റെ വചനം കൊടുക്കണം, സത്യത്തിൻ്റെ വചനം പ്രഘോഷിക്കണം. അതിന് നമ്മെ കർത്താവിന് ആവശ്യമുണ്ട്. ഷെക്കേനൂസ് പത്രോസിൻ്റെ ഒരു പടകാണ്. പത്രോസ്ലിഹ തൻ്റെ ആ വഞ്ചിയുടെ പടക് കർത്താവിനെ കൊടുത്തു. ആ പടകിലിരുന്ന് ജനത്തെ പഠിപ്പിച്ചു, ജനത്തെ സുഖപ്പെടുത്തി, ജനത്തെ അനുഗ്രഹിച്ചതുപോലെ ഇന്ന് കർത്താവിന് അനേകം പടകുകൾ ആവശ്യമുണ്ട്. എന്തിനു വേണ്ടി? തൻ്റെ ജനത്തിന് വചനം കൊടുക്കാൻ, തൻ്റെ ജനത്തെ ശുദ്ധീകരിക്കാൻ, തൻ്റെ ജനത്തെ അഭിഷേകം ചെയ്യാൻ, അവരെ സുഖപ്പെടുത്തുവാൻ, അവരെ നിത്യരക്ഷയിലേക്ക് നയിക്കാൻ. വിവിധങ്ങളായ പടകുകള് ഇന്ന് കർത്താവിനായി നമ്മൾ ഒരുക്കി കൊടുക്കണം. അങ്ങനെ ഒരുക്കപ്പെട്ടൊരു പടകാണ് ഷെക്കേനൂസ്. ഹല്ലേലൂയ. ഇതുപോലെ പല പടകുകൾ ഇന്ന് സഭയിലുണ്ട്. ഷാലോമുണ്ട്, ഗുഡ്നസ് ഉണ്ട്, ഫിയാത്ത് മിഷൻ ഉണ്ട്, ക്രിസ്റ്റീൻ.
ഡിവ്യാൻ ധ്യാന കേന്ദ്രം, അട്ടപ്പാടി സഖിയോൻ, അണക്കര ധ്യാന കേന്ദ്രം, മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രം, ഇങ്ങനെ എന്തോരം ധ്യാന കേന്ദ്രങ്ങളാണ്. ഇതൊക്കെ വിവിധ പടകുകളാണ് സഹോദരങ്ങളെ. ദൈവത്തിൻ്റെ വചനം കൊടുത്ത് വിശ്വാസത്തിന്റെ തലമുറയെ നമ്മൾ രൂപപ്പെടുത്തുകയാണ്. ഫോർ ദ ലോർഡ്, കർത്താവിന് വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്ന കർത്താവ്, സ്തുതിക്കുന്ന കർത്താവ്. ഇവിടെ ദൈവവചന പ്രഘോഷണത്തിന് പ്രാധാന്യം മനസ്സിലാക്കണം. വചനം പ്രഘോഷിക്കാതെ വിശ്വാസം ജനിക്കില്ല, വിശ്വാസം വളരില്ല. വചനം കേൾക്കണം, വചനം കേൾക്കണം. എനിക്ക് വിശുദ്ധ പൗലോസിലേക്ക് വലിയ ഇഷ്ടമാണ്. പരിശുദ്ധ സഭയിലെ വലിയൊരു ഫെയ്ത്ത് ബിൽഡറാണ് വിശുദ്ധ പൗലോസ്. വിശ്വാസത്തെ പടുത്തുയർത്തിയ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലെ ഒരു ശക്തമായ ഉപകരണമായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. പൗലോസ്ലിഹയെ കുറിച്ച് എന്താണ് പൗലോസ്ലിഹ പറയുന്നുണ്ട്? തൻ്റെ വിളിയും ദൗത്യവും എന്താണെന്ന്. കൊരിന്ത്യസ്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 17-ാമത്തെ വചനം, 1:17 ഉച്ചത്തിൽ വായിച്ച വചനം എല്ലാവരും. എന്തെന്നാൽ ക്രിസ്തു എന്നെ അയച്ചത് സ്നാനം നൽകുവാനല്ല, സുവിശേഷം പ്രസംഗിക്കാനാണ്. അതാണ് ഒരു ഫെയ്ത്ത് ബിൽഡറിന്റെ ഉത്തരവാദിത്വം. ശ്വാസത്തെ പടുത്തുയർത്തുന്ന ഒരു ദൈവ പൈതൽ, അത് അൽമായ പ്രേക്ഷിതനാകാം, സിസ്റ്ററാകാം, വൈദികനാകാം, ആരുമായിക്കൊള്ളട്ടെ. കർത്താവ് എന്നെ അയച്ചത് സ്നാനം നൽകാനല്ല, സുവിശേഷം പ്രസംഗിക്കാനാണ്. സുവിശേഷം പ്രസംഗിച്ച് അനേകം ജീവിതങ്ങളെ സത്യവിശ്വാസത്തിലേക്ക് നയിക്കുവാനാണ്. വിശ്വാസത്തിൻ്റെ തലമുറയെ രൂപപ്പെടുത്തുവാനാണ് കർത്താവ് എന്നെ അയച്ചത്. അതിനാൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നു. എൻ്റെ അടിസ്ഥാന വിളി സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ്. സുവിശേഷം പ്രസംഗിക്കലാണ്. സഹോദരങ്ങൾ, ഇത് ചെയ്യാതെ നമ്മൾ വേറെ എന്തൊക്കെ ചെയ്താലും ഈ തലമുറയിൽ വിശ്വാസം വളരില്ല. ഈ തലമുറ വിശ്വാസത്തിന്റെ തലമുറയാണെങ്കിൽ പൗലോസ്ലിഹ പറഞ്ഞതുപോലെ സമർപ്പിതരും വൈദികരും അൽമായ പ്രേക്ഷിതരും കർത്താവിന്റെ സഭ ഒരുപോലെ സുവിശേഷ സത്യങ്ങൾ ഈ തലമുറയെ പഠിപ്പിക്കണം. അതിൽ വളരെ ജാഗ്രതയും സൂക്ഷ്മതയുമുള്ളവരായി നമ്മൾ മാറണം. ഇല്ലെങ്കിൽ ഈ തലമുറ വിശ്വാസം നഷ്ടപ്പെട്ട്, ഈശോ പറഞ്ഞില്ലേ, വഴിതെറ്റിപ്പോകുന്ന, അങ്ങനെ പറഞ്ഞ് വഴിപിഴച്ച ഒരു തലമുറയായിട്ട് മാറും. നമ്മൾ പരിതപിച്ചിട്ട് കാര്യമില്ല, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സഹോദരങ്ങളെ. സുവിശേഷം പ്രസംഗിക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ ഈ തലമുറയോട് സുവിശേഷ സത്യങ്ങൾ പ്രഖ്യാപിച്ച് ഈ തലമുറയെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുന്നതിൽ ജാഗ്രതയില്ലെങ്കിൽ നമ്മൾക്ക് ഒരുപാട് കരയേണ്ടി വരും, നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും. വിശുദ്ധ പൗലോസ് പറയുക, കർത്താവ് എന്നെ അയച്ചത് preach the gospel. പറയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. സുവിശേഷം പ്രസംഗിക്കാനാണ് എന്റെ കർത്താവ് എന്നെ അയച്ചത്. കരം പിടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ ശക്തിയോടെ കൈയടിച്ച് സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്ന കർത്താവേ. കർത്താവ് എന്തിനാ നിന്നെ വിളിച്ചിരിക്കുന്നത്? കർത്താവ് എന്തിനാ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്? കർത്താവ് എന്തിനാ നമ്മളെ അയക്കുന്നത്? സുവിശേഷം പ്രസംഗിക്കാൻ, ദൈവവചനം പ്രസംഗിക്കുവാൻ, വിശ്വാസം പകർന്നു കൊടുക്കാൻ, വിശ്വാസത്തിന് സാക്ഷ്യം നൽകാൻ, അങ്ങനെ തലമുറയെ വിശ്വാസത്തിന്റെ തലമുറയാക്കി മാറ്റുവാൻ കർത്താവ് നമ്മൾ അയക്കുകയാണ്. സ്തുതിക്കുന്നു കർത്താവേ. അഭിഷേകം ഏറ്റെടുക്കുക. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു വാദം. പലപ്പോഴും ടെലിവിഷൻ, ഈ ന്യൂസ്, ഈ മാധ്യമ ശുശ്രൂഷയുടെ പല ഭാരങ്ങളൊക്കെ, ഇതിന് അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടപെട്ട് വരുമ്പോൾ പലപ്പോഴും പരിശുദ്ധാത്മാവിനെ ഓർമ്മിപ്പിക്കുന്നത്, എൻ്റെ മകനെ, നീ ഒരു സുവിശേഷ പ്രഘോഷകനാണ്. കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കാനാണ്. സുവിശേഷം പ്രസംഗിച്ച് ആത്മാക്കളെ നേടുക, ആത്മാക്കളെ നേടുക, കർത്താവിനായ ആത്മാക്കളെ നേടുക. ഇതല്ലേ നമ്മുടെ വിളി, ഇതല്ലേ നമ്മുടെ തെരഞ്ഞെടുപ്പ്. ഇത് നമ്മൾ കൃത്യമായി നിർവഹിച്ചാൽ ഉറപ്പ് വിശ്വാസത്തിന്റെ തലമുറയുണ്ടാകും. നമ്മൾ ഫെയ്ത്ത് ബിൽഡറായിട്ട് മാറും. കർത്താവിന് നമ്മെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഇതാ സഹോദരങ്ങൾ. ഈ ഒരു അഭിഷേകം നമുക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് സഭയിലുള്ള എല്ലാ ദൈവദിന ശുശ്രൂഷകളും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സത്യവചനങ്ങൾ പ്രഘോഷിക്കപ്പെടണം.
സത്യവിശ്വാസം പ്രഘോഷിക്കുന്ന അനേകം ശുശ്രൂഷകർ സഭയിൽ ഉണരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൻ്റെ തലമുറയെ കർത്താവിനായി രൂപപ്പെടുത്തുവാൻ ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട ശുശ്രൂഷകൾ ചെയ്യുന്ന അനേകം മിനിസ്ട്രികൾ സഭയിൽ ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അപ്രകാരം ശുശ്രൂഷ ചെയ്യുന്ന അഭിഷിക്ത വൈദികരെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാ സമർപ്പിതരെ ഓർത്ത്, ആത്മായ പ്രേക്ഷിതരെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. സഭയുടെ നവീകരണത്തിന്, വിശ്വാസത്തിന് വർധനവിന് വേണ്ടി പരിശുദ്ധാത്മാവ് രൂപം നൽകിയ എല്ലാ മിനിസ്ട്രികളെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ധ്യാന കേന്ദ്രങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. അവരെല്ലാം ചെയ്യുന്നത് വിശ്വാസത്തെ പടുത്തുയർത്തുകയാണ്. ഫെയ്ത്ത് ബിൽഡേഴ്സിന്റെ മിനിസ്ട്രിയാണ് അവരെല്ലാം ചെയ്യുന്നത്. വിശ്വാസത്തെ പണിയുകയാണ് ചെയ്യുന്നത്. കർത്താവ് കൂടുതൽ കൃപ തരണമേ, കൂടുതൽ അഭിഷേകം തരണമേ. ആഗ്രഹിച്ച് ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും നമ്മൾ ഒന്നിച്ച് കർത്താവിനെ സ്തുതിക്കാൻ പോവുക. ശക്തിയോടെ ഈ അഭിഷേകം ഏറ്റെടുക്കുക. കർത്താവ് നൽകുന്ന ഈ അഭിഷേകം, സ്വർഗം പകരുന്ന ഈ അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിക്കുക, കുടുംബങ്ങളിലേക്ക് സ്വീകരിക്കുക, തലമുറകളിലേക്ക് സ്വീകരിക്കുക, നമ്മുടെ മിനിസ്ട്രികളിലേക്ക് സ്വീകരിക്കുക, നമ്മുടെ സഭയിലേക്ക് സ്വീകരിക്കുക. കർത്താവ് ഈ അഭിഷേകം പകരണമേ. വിശ്വാസം പടുത്തുയർത്തുന്ന, സത്യവചനം പ്രഘോഷിക്കുന്ന, ദൈവവചനത്തിന്റെ സത്യങ്ങൾ ധീരതയോടെ പ്രഖ്യാപിക്കുന്ന ധാരാളം മിനിസ്ട്രികൾ സഭയിൽ ഉണരട്ടെ, സഭയിൽ ഉണരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി വിളിക്കുന്ന യേശുവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഒരാത്മാവിലേക്ക് അഭിഷേകം, ഒരാത്മാവിൽ അഭിഷേകം തീ പോലെ പടരണം. കുടുംബങ്ങളെ ശുദ്ധീകരിക്കുന്ന അഭിഷേകം, സഭയെ നവീകരിക്കുന്ന അഭിഷേകം, ഈ തലമുറ വിശ്വാസത്താൽ സ്ഥിരീകരിക്കുന്ന അഭിഷേകം പതിനായിരങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. റിലീസ്. ധാരാളം മിനിസ്ട്രികൾ അഭിഷേകം ചെയ്യണമേ. കാലഘട്ടത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി കാലോചിതമായ ശുശ്രൂഷകൾ ചെയ്യുവാൻ സഭയിൽ അനേകം മിനിസ്ട്രികളെ അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിക്കണമേ. ജനത്തിലേക്ക് പകരുക, ജനത്തിലേക്ക് പകരുക, കൃപകൾ പകരുക, അഭിഷേകം പകരുക. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കാലഘട്ടത്തിന്റെ ശുശ്രൂഷകൾക്കായി അഭിഷേകം ചെയ്യും. സഭയുടെ നവീകരണത്തിനായി അഭിഷേകം ചെയ്യും. അടുത്തൊരു വലിയ റിവൈവലിനായി നിങ്ങൾ അഭിഷേകം ചെയ്യും. കരമുയർത്തിനൊറ്റ വിളി യേശുവേ. വിളിച്ചു വിളിച്ചു പ്രാർത്ഥിച്ചു. അഭിഷേകം ഒഴുകട്ടെ. തീ പോലെ ഇറങ്ങണമേ, തീ പോലെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പവർ, പവർ. കരം പിടിച്ചു, കരം പിടിച്ചു, ശക്തിയോടെ കരം പിടിച്ച് പോരാ എല്ലാവരും. ആമേൻ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഹോളി സ്പിരിറ്റ് തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൻ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൻ നിറയ്ക്കണമേ. ഈ കൃപ സ്വീകരിച്ചു. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, കുടുംബങ്ങളിൽ സഭ മുഴുവനിലും കൊടുങ്കാറ്റായി ആത്മാവെ വീശുക. ആത്മനദിയായി ഒഴുകണമേ. കരമുയർത്തിനൊറ്റ വിളി യേശുവേ. ഈശോ, ഈശോ, ഈശോയേ.
വർദ്ധിപ്പിക്കണം. ദൈവദിനം പ്രഘോഷിക്കുന്ന, കർത്താവിന്റെ സത്യവചനം പ്രഘോഷിക്കുന്ന ധാരാളം മിനിസ്ട്രികൾ സഭയിലുണ്ട്. പ്രകാരമുള്ള എല്ലാ മിനിസ്ട്രികളും കൂടുതൽ കൂടുതൽ കൃപയിൽ വളരണം. അഭിഷേകത്തിൽ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ നന്ദി. ആമേൻ. ആമേൻ. കർത്താവ് എന്നെ അയച്ചത് സുവിശേഷം പ്രസംഗിക്കാനാണ്. ഈ സുവിശേഷത്തിന്റെ മുന്നേറ്റത്തിനും വിശ്വാസത്തിന്റെ വളർച്ചയ്ക്കുമായി പൗലോസ്ലീഹ തന്റെ ജീവിതം ഒരു ബലിയായി കർത്താവിനെ സമർപ്പിച്ചു. എൻ്റെ സഹോദരങ്ങൾ, അതിനുവേണ്ടി അദ്ദേഹം കഠിനമായി അധ്വാനിച്ചു. വിശ്വാസത്തിനൊരു തലമുറയെ കർത്താവിനും സഭയ്ക്കുമായി രൂപപ്പെടുത്തുവാൻ പൗലോസ്ലീഹ പറയുന്നുണ്ട്. കൊരിന്ത്യസ്കാർക്ക് ഇത് 2-ാമത്തെ ലേഖനം 11-ാം അധ്യായം 23-ാം വചനത്തിൽ, അവർ ക്രിസ്തുവിൻ്റെ ദാസന്മാരാണോ? ഉന്മത്തനെ പോലെ ഞാനും പറയുന്നു, ഞാൻ കുറെ കൂടെ മെച്ചപ്പെട്ട ദാസനാണ്. അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു. അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു. വളരെ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു. എണ്ണമറ്റ വിധം പ്രഹരമേറ്റു. പലതവണ മരണവക്രത്തിൽ അകപ്പെട്ടു. എൻ്റെ സഹോദരങ്ങളെ, അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു. എന്തിനു വേണ്ടി അധ്വാനിച്ചു? വിശ്വാസം പടുത്തുയർത്തുവാൻ, കർത്താവിൻ്റെ സത്യസുവിശേഷം പ്രസംഗിക്കുവാൻ ഞാൻ വളരെയധികം അധ്വാനിച്ചു. വിശ്വാസത്തെ പടുത്തുയർത്തുവാനായിരുന്നു പൗലോസ്ലീഹയുടെ അധ്വാനം മുഴുവൻ. ലോകത്തിന് വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തില്ല. കർത്താവിൻ്റെ രാജ്യത്തിനും കർത്താവിൻ്റെ സഭയ്ക്കും വിശ്വാസത്തിൻ്റെ തലമുറ രൂപപ്പെടുവാനുമായി തൻ്റെ സകല അധ്വാനങ്ങളെയും അദ്ദേഹം കൃപയായി കർത്താവിന് സമർപ്പിച്ചു. അത്ര ശക്തമായ വചന. ഇതൊക്കെ നമ്മൾ ഒരുപാട് ജ്വലിപ്പിക്കണം. പലപ്പോഴും ശുശ്രൂഷ ജീവിതത്തിൽ ചില സമയത്തിന് മടുപ്പൊക്കെ വരില്ലേ? മാനസികവും ശാരീരികവുമായി പല മടുപ്പുകൾ വരും. പലപ്പോഴും നമുക്ക് പല ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ പലപ്പോഴും നമ്മളെ പ്രചോദിപ്പിക്കുന്ന, നമ്മളെ വീണ്ടും ജ്വലിപ്പിക്കുന്ന കൃപയുടെ വചനങ്ങളാണിത്. ഞാൻ വളരെയേറെ അധ്വാനിച്ചു. പൗലോസ്ലീഹായെ, അങ്ങ് എന്തിനു വേണ്ടിയാണ് അധ്വാനിച്ചത്? വിശ്വാസത്തിന്റെ തലമുറയെ രൂപപ്പെടുത്തുവാൻ, ദൈവരാജ്യത്തെ വിശാലമാക്കാൻ, ആത്മാക്കളെ കർത്താവിനായി നേടുവാൻ ഞാൻ വളരെയേറെ അധ്വാനിച്ചു. അദ്ദേഹം അതിനുവേണ്ടി കൊടുത്ത വിലയെക്കുറിച്ച് പിന്നീടുള്ള വചനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. എൻ്റെ സഹോദരങ്ങളെ, പൗലോസ്ലീഹ ഒരു റിയൽ ഫെയ്ത്ത് ബിൽഡർ ആയിരുന്നു. വിശ്വാസത്തെ പടുത്തുയർത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലെ ശക്തമായ ഒരു ഉപകരണമായിരുന്നു വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ. പൗലോസ്ലീഹ പറയുന്ന ചില കാര്യങ്ങളുമായി പങ്കുവെക്കാം. എൻ്റെ സഹോദരങ്ങൾ, ഒരു ഫെയ്ത്ത് ബിൽഡറിനുണ്ടായിരിക്കേണ്ട വിശ്വാസത്തെ പടുത്തുയർത്തുന്ന ഒരു വിശ്വാസിക്ക്, അത് അൽമായനാകാം, സമർപ്പിതയാകാം, വന്യവൈദികനാകാം, നമ്മൾ ആരുമായിക്കൊള്ളട്ടെ, നമുക്കുണ്ടായിരിക്കേണ്ട ആറ്റിറ്റ്യൂഡ് 3 കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. നമുക്കറിയാം, ഈ തലമുറയെ നമ്മൾ ഉറപ്പിച്ചു നിർത്തേണ്ടത് സഭയുടെ സത്യവിശ്വാസത്തിലാണ്. എന്താണ് സഭയുടെ വിശ്വാസം? ഒരു ദിവസവും പരിശുദ്ധ കുർബാന മധ്യേ സഭയുടെ പൊതുവിശ്വാസ പ്രമാണം നമ്മൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. യേശു ഏക രക്ഷകനാണെന്നുള്ള വിശ്വാസം. ഈ വിശ്വാസം ഈ തലമുറയെ പഠിപ്പിക്കണം. നമ്മുടെ കർത്താവിൻ്റെ കന്യകാജനനം പുരുഷ സ്പർശനമേൽക്കാതെ പരിശുദ്ധാത്മാവിലാണ് പരിശുദ്ധ മറിയം ഗർഭം ധരിച്ചത്, വചനം മാംസമായി മാറിയത്. നമ്മുടെ കർത്താവിൻ്റെ കന്യകാജനനം, ഈശോയുടെ ജീവിതം, നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനം, കുരിശുമരണം, മരണത്തെ തോൽപ്പിച്ചുകൊണ്ടുള്ള ഉത്ഥാനം, കർത്താവിൻ്റെ സ്വർഗാരോഹണം, നമ്മുടെ കർത്താവിൻ്റെ പ്രത്യാഗമനം ഈ തലമുറയെ പഠിപ്പിക്കും. ഇത് സഭയുടെ വിശ്വാസമാണ്. നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്തെങ്കിലും ഒരു വിശ്വാസമല്ല, സഭയുടെ വിശ്വാസമാണ് തലമുറകളെ പഠിപ്പിക്കേണ്ടത്, ഈ കാലഘട്ടത്തെ പഠിപ്പിക്കേണ്ടത്. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മ പ്രവർത്തനങ്ങൾ, പരിശുദ്ധാത്മ അനോയിന്റിങ്,
പരിശുദ്ധാത്മാവിൻ്റെ ദാനഫല വരങ്ങളെക്കുറിച്ച്, സഭാചരിത്രത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകളെക്കുറിച്ച് നമ്മൾ കൃത്യമായി തലമുറയെ പഠിപ്പിക്കണം. അന്ത്യവിധിയെക്കുറിച്ച് പഠിപ്പിക്കണം. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ നമുക്കൊരു വിധിയുണ്ട്. നിത്യവിധി, ന്യായവിധി, അന്ത്യവിധിയെ നമ്മൾ പഠിപ്പിക്കണം. ഏകമാമോദീസ പഠിപ്പിക്കണം. പരിശുദ്ധ സഭയെക്കുറിച്ചും സഭയുടെ സാർവത്രികതയെക്കുറിച്ചും സഭയുടെ ആ സ്ലീഹികതയെക്കുറിച്ചും സഭയുടെ സമ്പന്നതയെക്കുറിച്ചും പഠിപ്പിക്കണം. നിത്യജീവനെ കുറിച്ച് പഠിപ്പിക്കണം. ഇറ്റേണൽ ലൈഫ്, നമുക്കൊരു നിത്യതയുണ്ട്, നമുക്കൊരു നിത്യജീവനുണ്ട്. ആ നിത്യജീവന്റെ പ്രത്യാശ ഈ തലമുറയ്ക്ക് പകർന്നു കൊടുക്കണം. വിശ്വാസം പടുത്തുയർത്തെന്ന് പറയുമ്പോൾ എന്തെങ്കിലും വിശ്വാസമല്ല, സഭയുടെ വിശ്വാസമാണ് ഈ തലമുറയ്ക്ക് നമ്മൾ കൈമാറി കൊടുക്കേണ്ടത്. ഈ വിശ്വാസത്തിന്മേലാണ് ഈ തലമുറയെ നമ്മൾ ഉറപ്പിച്ചു നിർത്തേണ്ടത്. ഈ വിശ്വാസത്തിന്റെ സാക്ഷികളായി ജീവിക്കുവാനും പ്രഘോഷിക്കുവാനുമാണ് കർത്താവ് നമ്മളെ തെരഞ്ഞെടുക്കുന്നത്. പൗലോസ് പറഞ്ഞില്ലേ, ഞാനതിൻ്റെ സാക്ഷിയാണ്, ഞാനതിൻ്റെ പ്രഘോഷകനാണെന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഞാനതിൻ്റെ പ്രഘോഷകനാണ്. കർത്താവ് നമ്മളെ അതിനായി വിളിച്ചില്ലേ സഹോദരങ്ങളെ? ഈ വിശ്വാസം കൊടുക്കണം, ഈ വിശ്വാസം. അതുകൊണ്ടാണ് ഹെബ്രായ പുസ്തകം 6-ാം അധ്യായം 1, 2, 3 വചനങ്ങളിൽ ആ വചനം കൂടി നമുക്ക് പെട്ടെന്നൊന്ന് കാണാം. എന്താ പരിശുദ്ധാത്മ പറയുന്നത്? അതിനാൽ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവ്. 2, ദൈവത്തിലുള്ള വിശ്വാസം. 3, ജ്ഞാനസ്നാനത്തെ സംബന്ധിക്കുന്ന പ്രബോധനം. 4, കൈവെപ്പ്. 5, മരിച്ചവരുടെ ഉയർപ്പ്. 6, നിത്യവിധി, നിത്യജീവൻ. ഇവയ്ക്ക് വീണ്ടും ഒരു അടിസ്ഥാനം ഇടേണ്ടതില്ല. ഇവയ്ക്ക് വീണ്ടും ഒരു അടിസ്ഥാനം ഇടേണ്ടതില്ല. ഈ വിശ്വാസമാണ് ഈ തലമുറയെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഈ വിശ്വാസത്തിന്മേലാണ് ഈ തലമുറയെ നമ്മൾ പടുത്തുയർത്തേണ്ടത്. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇത് ദൈവവചനത്തിന്റെ സത്യങ്ങളാണ്. ഒരു ലൗകികതയും ഭൗതികതയും പറഞ്ഞ് വെറും ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നവരാക്കി ജനത്തെ നമ്മൾ മാറ്റരുത്. ഭൗതിക നന്മകളൊക്കെ ഈശോ നമുക്ക് തരും, യാതൊരു സംശയവുമില്ല. പക്ഷെ ഈ നിത്യസത്യങ്ങൾ, ഈ വിശ്വാസ സത്യങ്ങൾ ഈ തലമുറയ്ക്ക് പകർന്നു കൊടുത്ത് എനിക്ക് ഉറപ്പുണ്ട്, അവർ വിശുദ്ധിയുള്ള തലമുറയാകും, കൃപയുള്ള തലമുറയാകും, കർത്താവിനെ സ്നേഹിക്കുന്ന അഭിഷേക തലമുറയാകും, സത്യവിശ്വാസത്തിന്റെ തലമുറയായി മാറും. അത് പ്രഘോഷിക്കുവാനും പ്രഖ്യാപിക്കുവാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വിശ്വാസത്തെ പടുത്തുയർത്തുന്നവർക്ക് വേണ്ട ഗുണമെന്താ സഹോദരങ്ങളെ? പക്ഷെ പൗലോസ്ലീഹ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അദ്ദേഹം വലിയൊരു ഫെയ്ത്ത് ബിൽഡർ ആയിരുന്നു. പൗലോസ്ലീഹ പറയുന്നുണ്ട്, റോമക്കാർക്ക് ഇത് ലേഖനം 1-ാം അധ്യായം 14-ാം വചനത്തിൽ പൗലോസ്ലീഹ പറയാണ്, ഗ്രീക്കുകാരോടും അപരിഷ്കൃതരോടും വിജ്ഞാനികളോടും അജ്ഞന്മാരോടും ഞാൻ കടപ്പെട്ടവനാണ്. സുവിശേഷം പ്രസംഗിക്കാൻ, ദൈവവചനം പ്രഖ്യാപിക്കുവാൻ, വിശ്വാസം പകർന്നു കൊടുക്കുവാൻ അതിൻ്റെ ഉത്തരവാദിത്തമാണ്, അതിൻ്റെ കടമയാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, രണ്ടാമതായി മാമോദീസ സ്വീകരിച്ച സഭയിൽ അംഗങ്ങളായ നമ്മൾ ഓരോരുത്തരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം, കടമയും സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ്. വിശ്വാസം പ്രഘോഷിക്കുക, വിശ്വാസം കൈമാറിക്കൊടുക്കുക. പൗലോസ് പറഞ്ഞില്ലേ, കർത്താവിനെ അയച്ചത് സുവിശേഷം പ്രസംഗിക്കാനാണ്, സുവിശേഷം പ്രസംഗിക്കാനാണ്. ഇതാണ്, അത് നമ്മുടെ കടമയാണ്, നമ്മുടെ വിളി ഇതാണ്. സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വിശ്വാസം പ്രഘോഷിക്കുക, ഈ തലമുറയ്ക്ക് വിശ്വാസം പകർന്നു കൊടുക്കുക, ഫെയ്ത്ത് ഫോർമേഷൻ, വിശ്വാസത്തിന്റെ പരിശീലനം കൊടുക്കുക, നല്ല ട്രെയിനിങ് കൊടുക്കണം. വിശ്വാസത്തിന്റെ കൃത്യമാർന്ന പരിശീലനം കൊടുത്ത് അങ്ങനെയുള്ള ഫോർമേഷനുകൾ സഭയിൽ ധാരാളം ഉണ്ടാവണം. നല്ല നല്ല ഫെയ്ത്ത് ഫോർമേഷൻ, വിശ്വാസത്തെ വളർത്തുന്ന അത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ, പരിശീലനങ്ങൾ, ഇതെല്ലാം സഭയിൽ ധാരാളം ഉണ്ടാവണം. ഇതിലൂടെ അനേകരെ വിശ്വാസത്തിന്റെ നിറവുള്ള കൃപയുള്ള ജീവിതങ്ങളായി അനേക യുവമക്കൾ മാറും. ഒരു സംശയം നിങ്ങൾ വിചാരിക്കണ്ട.
എൻ്റെ കുഞ്ഞുനാളിലൊക്കെ കർത്താവിൻ്റെ വചനം കേട്ടത് കൊണ്ടാണ് ഇന്ന് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്ന ഒരു ശുശ്രൂഷകനായ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഇതുപോലെ എന്നെപ്പോലെ ഒത്തിരി ആത്മായ പ്രേക്ഷിതരുന്ന സഭയിലുണ്ട്. അവരെല്ലാം ഈ വചനം കേട്ട് വിശ്വാസവനിൽ ജ്വലിച്ചപ്പോഴാണ് അവരുടെ ജീവിതങ്ങളെ ദൈവവേലയ്ക്കായി അവർ സമർപ്പിച്ചത്. സമർപ്പിതരും വൈദികരൊക്കെ അവരുടെ ദൈവവിളിയിൽ ഇതുപോലെ പല അനുഭവങ്ങളും കർത്താവ് അവർക്ക് കൊടുത്തതുകൊണ്ടാണ് ഇന്ന് ഈ സമർപ്പിത വൈദിക ജീവിതത്തിൽ അവരായിരിക്കുന്നത്. അടിസ്ഥാന വിളി സുവിശേഷം പ്രസംഗിക്കുക, അത് നമ്മുടെ കടമയാണ്, ഉത്തരവാദിത്വമാണ്. അത് കർത്താവ് സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന, അത് ഒഴികഴിവില്ലാത്ത, അത് ചെയ്തേ പറ്റൂ, അത് ഓപ്ഷനിലല്ല, അത് കൽപ്പനയാണ്. കർത്താവ് തൻ്റെ സ്വർഗാരോഹണത്തിന് മുൻപായി സഭയ്ക്ക് നൽകിയ കൽപ്പനയാണ്. മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വചനം. എന്താ ഈശോ പറഞ്ഞത്? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക, നിങ്ങൾ വിശ്വാസം പകർന്നു കൊടുക്കുക, സഭയുടെ വിശ്വാസം പകർന്നു കൊടുക്കുക, നിത്യജീവനെ പ്രസംഗിക്കുക, നവജീവൻ പ്രസംഗിക്കുക, നീതിവിധിയെക്കുറിച്ച് പ്രസംഗിക്കുക, കർത്താവിന് 2-ാം വരവ് പ്രസംഗിക്കുക, യേശു ഏകരക്ഷകൻ പ്രസംഗിക്കുക, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രസംഗിക്കുക, ക്രിസ്തുവിന്റെ പീഡാസഹനം, കുരിശുമരണം, കുരിശിലെ ബലി നിങ്ങൾ പ്രഘോഷിക്കുക. ഇത് പ്രഘോഷിക്കേണ്ട സഹോദരൻ, ഇതല്ല പ്രഘോഷിക്കേണ്ടത്. ആമേൻ. ശക്തിയോടെ പറഞ്ഞു ആമേൻ. എല്ലാ സൃഷ്ടികളോടും വിശ്വാസ സത്യങ്ങൾ, ഈ സത്യങ്ങൾ നിങ്ങൾ പ്രഘോഷിക്കണം. വീണ്ടും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 21-ാം വചനത്തിൽ യേശു പറഞ്ഞു, യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്കു സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഞാനും നിങ്ങളെ അയക്കുന്നു. പൗലോസ് പറഞ്ഞില്ലേ, കർത്താവ് എന്നെ അയച്ചിരിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കാനാണ്. ഞാനും നിങ്ങളെ അയക്കുന്നു. എന്തിനു വേണ്ടി അയക്കുന്നു? Preach the gospel. Preach the gospel. സുവിശേഷം പ്രസംഗിക്കുവാൻ ദേശങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, ജനതകളിലേക്ക്, നമ്മളായിരിക്കുന്ന ഇടങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക് കർത്താവ് അവിടെയെല്ലാം വിശ്വാസം പടുത്തുയർത്തുക, വിശ്വാസം പടുത്തുയർത്തുക. എൻ്റെ സഹോദരങ്ങൾ, നമ്മുടെ അടിസ്ഥാന വിളി മറക്കരുത്. ഈ തലമുറയെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുക, വിശ്വാസത്തിൻ്റെ ഒരു തലമുറയെ കർത്താവിനായി രൂപപ്പെടുത്തുക. ഈ ദൈവ പദ്ധതിക്കായി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഇതാണ് നമ്മുടെ അടിസ്ഥാന വിളി. പ്രീച്ച് ദ ഗോസ്പൽ. സുവിശേഷം പ്രസംഗിക്കുക. എൻ്റെ പിതാവൻ അയച്ചതുപോലെ ഞാനും നിങ്ങളെ സുവിശേഷം പ്രസംഗിക്കുവാനായി അയക്കുന്നു. അപ്പോൾ ഒരു ഫെയ്ത്ത് ബിൽഡറിനെ, വിശ്വാസം പടുത്തുയർത്തുന്ന ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട ഇത് എൻ്റെ ഉത്തരവാദി, എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണത്. വിശ്വാസം കൈമാറുക, വിശ്വാസം പ്രഘോഷിക്കുക, വിശ്വാസത്തിൻ്റെ തലമുറയെ രൂപപ്പെടുത്തുക. 2-ാമത് വിശുദ്ധ പൗലോസ് എന്താ പറഞ്ഞത്? റോമാക്കാർക്ക് ഇത് ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ വചനം, 1:15 വചനം പറയുന്നു, അതുകൊണ്ടാണ് റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നത്. റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നത്. തീവ്രമായ ആഗ്രഹം. പ്രീച്ച് ദ ഗോസ്പൽ. സുവിശേഷം പ്രസംഗിക്കാൻ, വിശ്വാസം കൈമാറി കൊടുക്കാൻ, വിശ്വാസത്തെ പ്രഘോഷിക്കുവാൻ പൗലോസ് പറഞ്ഞ പൗലോസിന്റെ തീവ്രമായ ആഗ്രഹം എന്താ? ലോകസുഖങ്ങൾ അനുഭവിക്കാനല്ല, ഈ ലോകത്തിന്റെ പ്രശസ്തിയും അംഗീകാരവും കിട്ടാനല്ല, ലോകത്തിന്റെ കയ്യടി ആയിരുന്നില്ല, ലോകത്തിന്റെ പദവികളായിരുന്നില്ല, സ്ഥാനമാനങ്ങളായിരുന്നില്ല. ആത്മാക്കളുടെ രക്ഷ, വിശ്വാസത്തിന്റെ വളർച്ച, സഭയുടെ നന്മ, ദൈവരാജ്യത്തിന്റെ വിശാലത, സുവിശേഷത്തിന്റെ മുന്നേറ്റം, ഇതായിരുന്നു പൗലോസിന്റെ തീവ്രമായ ആഗ്രഹം. അതിനുവേണ്ടിയാണ് അദ്ദേഹം കഠിനമായി അധ്വാനിച്ചത്. വിശ്വാസത്തിന്റെ ഒരു തലമുറയെ അദ്ദേഹം രൂപപ്പെടുത്തുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങളിലും പൗലോസിന്റെ ലേഖനങ്ങളും വായിക്കുക. വിശ്വാസം വളർത്തുവാൻ, വിശ്വാസത്തിൻ്റെ ഒരു തലമുറയെ കർത്താവിന് സഭയ്ക്കുമായി രൂപപ്പെടുത്തുവാൻ അദ്ദേഹം ചെയ്ത എഫർട്ടുകൾ, അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനങ്ങൾ, പരിശ്രമങ്ങൾ, അതിന് അനുഭവിച്ച സഹനങ്ങൾ, നഷ്ടപ്പെടലുകൾ, എൻ്റെ സഹോദരങ്ങളെ, എന്തുമാത്രം കൊടിയ ദുരിതത്തിലൂടെ വിശുദ്ധ പൗലോസ്
അതൊരു റിയൽ ഫെയ്ത്ത് ബിൽഡർ ആയിരുന്നു. യഥാർത്ഥത്തിൽ വിശ്വാസം പണിയുന്ന ഒരു 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 വ്യക്തിത്വമായിരുന്നു പൗലോസ്ലീഹയുടേത്. ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു. ഈ തീവ്രമായ ആഗ്രഹത്തെ കെടുത്തിക്കളയാൻ പൗലോസ് പറയാ, ഈ ലോകത്തിൽ ഒന്നിനും സാധ്യമല്ല, എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന സഹനങ്ങൾക്ക് സാധ്യമല്ല. പലപ്പോഴും കുറേ നാളുകൾ നമ്മുടെ ജീവിതത്തിൽ പല സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ മടുത്തു പോവും. നമ്മൾ അറിയാതെയും ഈ ശുശ്രൂഷ വെളിയിൽ നിന്ന് തന്നെ മാറിപ്പോവും. മതി, മടുത്തു, എന്തിനത്, ആർക്കു വേണ്ടിയാ ഇത്? നമ്മൾ പലപ്പോഴും ശുശ്രൂഷ അവസാനം പിന്മാറിപ്പോകും, പിന്മാറ്റത്തിലേക്ക് പോകും. എത്ര പേരങ്ങനെ പിന്മാറ്റത്തിലേക്ക് പോയിട്ടുണ്ട് സഹോദരങ്ങൾ? പൗലോസ് പറയാ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സഹനത്തിനും ഈ ആഗ്രഹത്തെ കെടുത്താൻ പറ്റില്ല. ഒരു കഷ്ടപ്പാടിനും, ഒരു ക്ലേശത്തിനും, ഒരു നിന്ദയ്ക്കും, ഒരു അപമാനത്തിനും, ഒരു തിരസ്കരണത്തിനും, ഈ ലോകം എന്നെ ഞെരുക്കുന്ന ഒരു ഞെരുക്കത്തിനും ഈ തീവ്രമായ ആഗ്രഹത്തെ അല്പം പോലും കുറയ്ക്കുവാൻ സാധിക്കുകയില്ല. അത്രമാത്രം ഞാൻ തീവ്രമായി എന്താ പറയുക, ഈഗർലി ഭയങ്കരമായ ഒരു അഭിനിവേശം വിശ്വാസം വളർത്താൻ, വിശ്വാസത്തിൻ്റെ തലമുറയെ രൂപപ്പെടുത്തുവാൻ ഈ ഒരു ആഗ്രഹം നമുക്ക് വേണ്ടേ. നമ്മുടെ തീവ്രമായ ആഗ്രഹം എന്താ സഹോദരങ്ങളെ? നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുന്നു, ദൈവവചനത്തെ സ്നേഹിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഹൃദയത്തിൻ്റെ യഥാർത്ഥ ആഗ്രഹം എന്താണ്? വിശ്വാസത്തിൻ്റെ തലമുറയെ രൂപപ്പെടുത്തുക, ആത്മാക്കളെ നേടുക, ഈ കാലഘട്ടത്തിൽ ഇവാഞ്ചലൈസ് ചെയ്യുക. ആണോ സഹോദരൻ? ആണോ? നിങ്ങൾ പൗലോസിനോട് ചോദിക്കേ, ഈ തീവ്രമായ ആഗ്രഹത്തെ പ്രതി അദ്ദേഹം എന്ത് ചെയ്തു എന്നാ പറയുന്നത്? വീണ്ടും സഭയെ പഠിപ്പിക്കുകയാണ് പൗലോസ്. കൊളോസ്യർക്കുള്ള ലേഖനം 1-ാം അധ്യായം 29-ാമത്തെ വചനം. ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടി അത്രേ. ഏത് ലക്ഷ്യം? വിശ്വാസത്തിൻ്റെ ഒരു തലമുറയെ രൂപപ്പെടുത്തുക, സുവിശേഷം പ്രസംഗിക്കുക, ആത്മാക്കളെ നേടുക. ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് അവൻ എന്നിൽ ശക്തമായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നത്. എന്നിലുള്ള പരിശുദ്ധാത്മാവിലൂടെ, ആത്മശക്തിയിൽ ഞാൻ കഠിനമായി അധ്വാനിക്കുന്നു. എന്തിനു വേണ്ടി അധ്വാനിക്കുന്നു? വിശ്വാസം വളരുവാൻ, വിശ്വാസത്തിന്റെ തലമുറയെ കർത്താവിനും സഭയ്ക്കുമായി രൂപപ്പെടുത്തുവാൻ. എൻ്റെ സഹോദരങ്ങളെ, ഈ അഭിഷേകം നമ്മൾ പ്രാപിക്കണം, ഈ അനോയിന്റിങ് നമ്മൾ സ്വീകരിക്കണം. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന യാതൊന്നിനും നമ്മുടെ ഈ ആഗ്രഹത്തെ കെടുത്താൻ പറ്റാത്ത വിധം ജ്വലിക്കുന്ന, കത്തുന്ന വിശ്വാസത്തിൻ്റെ ഒരു ജീവിതമായി നമ്മൾ മാറണം. റിയൽ സ്പിരിറ്റ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ ഒരു ആത്മാവായി ഈ സഭയിലും ലോകത്തിലും പ്രകാശിക്കുന്നവളുമായി മാറണം. പൗലോസ് പറയുന്നുണ്ട്, കൊരിന്ത്യർക്കാർക്ക് 2-ാമത്തെ ലേഖനം 11:28, ഇവയ്ക്കെല്ലാം പുറമെ സകല സഭകളെയും കുറിച്ചുള്ള എൻ്റെ ഉത്കണ്ഠ അനുദിനം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ആ മനുഷ്യന്റെ ഹൃദയം നിങ്ങൾ നോക്കി, ആ കൺസേൺ കണ്ടു. ഇതുപോലെ അധ്വാനിച്ച് പലരും വിശ്വാസത്തിന് പിന്മാറിപ്പോകുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്നൊരു പെയിനാണ്. ഞാൻ ഒരുപാട് വേദന, ഇതൊക്കെ ഉണ്ടാവും. പിന്മാറരുത്, പിന്മാറിപ്പോരുത്. നമ്മൾ ഫെയ്ത്ത് ബിൽഡറാണ് ഈ തലമുറയിൽ. 1-ാമത് പൗലോസ് പറയാണ്, ഒരു റിയൽ ഫെയ്ത്ത് ബിൽഡറിനുണ്ടായിരിക്കേണ്ട 3-ാമത്തെ ആറ്റിറ്റ്യൂഡ് എന്താണ്? റോമക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 16-ാമത്തെ വചനമാണ്. സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല, എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി, രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കാൻ നമ്മൾ ലജ്ജിക്കരുത്. പൊതു സ്ഥലത്ത് നിന്ന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ മുദ്രവെക്കുന്ന നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ നടത്താൻ നമ്മൾ മടിക്കരുത്, ലജ്ജിക്കരുത്. ഒരു ദേവാലയത്തിന് മുൻപിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ പരിശുദ്ധ കുർബാനയെ അധിവസിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരണ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയാൻ നീ മടിക്കരുത്. ഒരു ദേവാലയം കാണുമ്പോൾ കുരിശു വരയ്ക്കാൻ മടിക്കരുത്.
നമ്മൾ ഏത് സമൂഹത്തിൽ എവിടെയായിരുന്നാലും അവിവേകം കാണിക്കാനല്ല പറയുന്നത്. നമ്മുടെ വിശ്വാസം ഏറ്റുപറയുവാനും നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കുവാനും നമ്മൾ ലജ്ജിതരാകരുത്. അതിൽ നമുക്കൊരു ഒരു ഒരു നാണക്കേടുണ്ടാകരുത്. സൊസൈറ്റിയെ ഭയന്ന്, മനുഷ്യരെ ഭയന്ന്, സ്റ്റാറ്റസ് പേടിച്ച്. നമ്മൾ ആരെയെ പേടിക്കുന്നത്? കർത്താവ് പറഞ്ഞില്ലേ, മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്. നമ്മുടെ നിർമ്മലമായ പവിത്രമായ ഈ വിശ്വാസം എവിടെയും ഏറ്റുപറയാനും അതിനെ ഉയർത്തിപ്പിടിക്കുവാനും അതിനെ പ്രഖ്യാപിക്കുവാനുമുള്ള സമർപ്പണം നമുക്കുണ്ടാകണം. ഒരു ഫെയ്ത്ത് ബിൽഡർ, വിശ്വാസത്തെ പടുത്തുയർത്തുന്ന ഒരു ദൈവ പൈതൽ ഈ സമർപ്പണ ബോധമുള്ളവനാകണം, ഈ തീഷ്ണതയുള്ളവനാകണം. അത് ലജ്ജിക്കരുത്, നാണിക്കരുത്. അവരെന്ത് ചോദിച്ചാൽ, ഇവരെന്ത് ചോദിച്ചാൽ, ഞാൻ ഇങ്ങനെ പരസ്യമായിട്ട് കുരിശ് വരച്ച എന്ത് വിചാരിക്കും? വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മനോട് പറഞ്ഞു, നീ കഴുത്തിൽ നീ കുരിശുമാല ധരിക്കണം. ഞാൻ ഈ കുരിശുമാല ധരിച്ച് പലയിടങ്ങളിൽ പലരും കളിയാക്കാറുണ്ട്. കുരിശുമാല ധരിച്ചിട്ട് ഇപ്പം നടക്കണമെങ്കിൽ ഓരോ വക കപടതകൾ. ഞാൻ പലപ്പോഴും ചില കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഓരോ സൂത്രങ്ങളാണ്, കള്ളത്തരങ്ങളാണ്. പുതിയ രീതിയിൽ കുരിശുമാല ധരിച്ചു വന്നിരിക്കുന്നു. ഇതാരെ കാണിക്കാനാണ്? ഇത് ഫാഷനാണ്. പലരും പലതും പറഞ്ഞു എന്ന് വരും. അപ്പോൾ മനുഷ്യർ പറയുന്ന വാക്കുകൾ കേട്ട് കർത്താവ് പറഞ്ഞ വചനത്തോട്, കർത്താവ് നൽകിയ ആലോചനയോട് നമ്മൾ അനുസരണക്കേട് കാണിക്കരുത്. ഇത് കർത്താവിൻ്റെ പരസ്യമായി എൻ്റെ ക്രൂശ് രൂപം ധരിച്ച് നടക്കാൻ പറഞ്ഞു. എന്നാൽ മറുഭാഗത്ത് പലരും റെസ്പെക്റ്റോടുകൂടി, ഞാൻ പല വിദേശ രാജ്യങ്ങളിൽ ശുശ്രൂഷകൾക്ക് പോകുമ്പോൾ ഇമിഗ്രേഷനിലേക്ക് നോക്കും, ചില ഓഫീസേഴ്സ്, യു ആർ എ കാത്തലിക് പ്രീസ്റ്റ്, നിങ്ങൾ കത്തോലിക്ക സഭയിലെ വൈദികനാണ്. ഞാൻ പറയും, ഞാൻ പ്രീസ്റ്റ് അല്ല, കാത്തലിക് ലേ പ്രീച്ചർ. ഞാനൊരു ലേ പ്രീച്ചറാണ്, ഞാനൊരു ലേ മിഷണറിയാണ്. വളരെ ബഹുമാനത്തോടു കൂടി ഒരു സംസാരിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, മനുഷ്യരുടെ വാക്കും കേട്ട് കർത്താവ് തരുന്ന ആലോചനകൾ നിരസിക്കരുത്, അവഗണിക്കരുത്. നമ്മുടെ വിശ്വാസം എവിടെയും ഏറ്റുന്ന നാട്ടുകാരെ കാണിക്കാനല്ല, ഇത് കർത്താവിനുള്ള സ്നേഹത്തെ പ്രതിയാണ്. ഞാൻ പരസ്യമായി കുരിശ് വരയ്ക്കുന്നത്, യേശുനാമം പറയുന്നത്, ഞാൻ എൻ്റെ വിശ്വാസം ഉയർത്തുന്നതും പ്രഖ്യാപിക്കുന്നതും അത് കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ്, എൻ്റെ വിശ്വാസത്തോടുള്ള സമർപ്പണത്തെ പ്രതി. ലജ്ജിക്കരുതെന്ന് പരിശുദ്ധാത്മ പറയാണ്. നമ്മുടെ മക്കളിത് പ്രാക്ടീസ് ചെയ്യുക. എൻ്റെ സഹോദരങ്ങളെ, ഇപ്പം നമ്മൾ തിരിച്ചറിയുക, പൗലോ കർത്താവ് പറഞ്ഞില്ലേ, ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതല്ല. എന്താ ഈശോ പറഞ്ഞത്? മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 38-ാം വചനത്തിൽ ഈശോ പറഞ്ഞു, പാപം നിറഞ്ഞതും അവിശ്വസ്തതുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെ പറ്റി മനുഷ്യപുത്രനും, കണ്ട് കർത്താവായ യേശുവിനെ കുറിച്ചോ കർത്താവിൻ്റെ വചനങ്ങളെക്കുറിച്ച് ലജ്ജിക്കുന്നവനെ പറ്റി മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരോടുകൂടെ വരുമ്പോൾ ലജ്ജിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ നാമം പറയാൻ നീ ലജ്ജിക്കുന്നുണ്ടെങ്കിൽ നിന്നെ പ്രതി കർത്താവ് ലജ്ജിക്കുമെന്ന് ദൈവവചനം പഠിപ്പിക്കും. ഇത് വചനമാണ് പറയുന്നത്. എൻ്റെ വിശ്വാസം പറയാൻ ഞാൻ ലജ്ജിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുവാൻ എനിക്കൊരു നാണക്കേടുണ്ടെങ്കിൽ, മനുഷ്യരെ ഭയപ്പെട്ട് പലപ്പോഴും ഞാൻ വിശ്വാസം മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ നമ്മെ പ്രതിയും കർത്താവ് ലജ്ജിക്കും. അത് വളരെ അപകടമാണ്. അതൊരിക്കലും നമുക്ക് സന്തോഷം തരുന്നതല്ല, നമുക്ക് ഒരുപാട് നഷ്ടം വരും സഹോദരങ്ങളെ. അതുകൊണ്ട് വിശ്വാസം എവിടെയും ഏറ്റുപറയാനും ഉയർത്തിപ്പിടിക്കുവാനും പ്രഖ്യാപിക്കുവാനും നമുക്ക് തീഷ്ണതയുണ്ടാകണം, സ്നേഹമുണ്ടാകണം, സമർപ്പണമുണ്ടാകണം. ഐ എം നോട്ട് അഷെയിംഡ്, എനിക്കത് ലജ്ജയില്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, 2 തിമോത്തി 1:8 പൗലോസ് പറഞ്ഞില്ലേ, തിമോത്തിയോസേ, നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ ലജ്ജിക്കരുത്, വിശ്വാസത്തിന് സാക്ഷ്യം നൽകുന്നതിൽ ലജ്ജിക്കരുത്, നീ ലജ്ജിക്കരുത്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ആലോചന സ്വീകരിച്ച് ഈ തലമുറയിൽ വിശ്വാസം പടുത്തുയർത്തുന്ന റിയൽ ഫെയ്ത്ത് ബിൽഡേഴ്സായി നമുക്ക് മാറാം. നമ്മുടെ വിളിയെയും നമ്മുടെ ദൗത്യത്തെയും കുറിച്ച് കൂടുതൽ ബോധ്യമുള്ളവരായി വിശ്വാസത്തിൻ്റെ ഒരു തലമുറയെ കർത്താവിനും സഭയ്ക്കുമായി രൂപപ്പെടുത്തുവാനുള്ള ദൈവ പദ്ധതിയിൽ യെസ് പറഞ്ഞ് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ വ്യക്തി ജീവിതത്തെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ തലമുറകളെ, നമ്മുടെ കൂട്ടായ്മകളെ, മിനിസ്ട്രികളെ എല്ലാം അതിനായി പരിശുദ്ധാത്മ അഭിഷേകം ചെയ്യട്ടെ. നമുക്ക് പറയാം, കർത്താവെ, ഒരു ഫെയ്ത്ത് ബിൽഡറായി, വിശ്വാസത്തെ പടുത്തുയർത്തുന്നൊരു വ്യക്തിയായി അവിടെ നിന്ന് അഭിഷേകം ചെയ്യണമേ. പൗലോസ്ലീഹായെ പോലെ, മറ്റപ്പോസ്തലന്മാരെ പോലെ, രക്തസാക്ഷികളെ പോലെ, സഭയുടെ വിശുദ്ധരെ പോലെ വിശ്വാസത്തിൻ്റെ ഡിഫൻഡറായി
വിശ്വാസത്തെ പടുത്തുയർത്തുന്നവനായി, വിശ്വാസത്തെ പ്രഘോഷിക്കുന്നവരായി ഞങ്ങൾ അഭിഷേകം ചെയ്യണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ.